പിന്നെ ഈ നെത്തലല്ലേ, എല്ലാവരുടെയും എന്താ പറയുക എനിക്കറിയില്ല, ഇവിടെ നെത്തലാന്ന് പറയും. നെത്തല ചെറിയ കുഞ്ഞി നെത്തല ഞാൻ കാണിച്ചു തരാം. നെത്തല ഞാൻ ക്ലീൻ ചെയ്ത് മഞ്ഞൾ, മുളക്, കുറച്ച് എന്താ ഫിഷ് മസാല, മുളക് പൊടി, മഞ്ഞൾ, മുളക്, ഫിഷ് മസാല, ഉപ്പിട്ട് നല്ലോണം ഇങ്ങനെ പുരട്ടി വെച്ചതാണ്. കുറച്ച് നേരമായി, ഒരു അരമണിക്കൂറിലധികമായി പുരട്ടി വെച്ചിട്ട്. അങ്ങനെ തന്നെ നമ്മൾ കുഞ്ഞി അയില ക്ലീൻ ചെയ്ത് മഞ്ഞൾ, മുളകും ഉപ്പിട്ട് വെച്ചതാണ്. നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അയില സാധാരണ പാനിൽ വെച്ചിട്ട് വറക്കാം. മറ്റേത് ഒരു തോരൻ പോലെ ആക്കാം. മീൻസ് ഇങ്ങനെ നെത്തിലിങ്ങനെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. നമുക്കിങ്ങനെ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ എടുക്കാം. അപ്പോൾ അയിലയും നെത്തിലയും നമുക്ക് ഫ്രൈ ചെയ്യാം. ഗ്യാസ് വെച്ചു, പാൻ വെച്ചു, രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യാം. നമുക്ക് ഇത് പാൻ വെച്ചു, നമുക്ക് ഓയിൽ ഒഴിക്കാം. രണ്ട് പാനിലും ഓയിൽ വെച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് പാനും ഓയിലും കൂടി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഫിഷ് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ഫിഷിനെ ഇങ്ങോട്ട് എടുത്തേക്കാം. ഇത് അയിലയാണ്, ഇത് നെത്തലയാണ്. എല്ലാവരുടെയും എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ നെത്തല എന്നാണ് പറയുന്നത്, കുഞ്ഞി നെത്തല. അപ്പം നമുക്ക് ഫസ്റ്റ് അയിലേന പാനിലേക്ക് കുഞ്ഞി അയിലേൻ്റെ സീസണാന്ന് തോന്നുന്നു അല്ലേ? ഒരുപാടുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മളെ കുഞ്ഞി അയില അവിടുന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് നെത്തലേന പാനിലേക്ക് ഇടാം. നെത്തലിടുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെയാണ് കിട്ടിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തോരൻ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ. ഇതിങ്ങനെ മുഴുവനായിട്ട് കിട്ടാണ്ട് ഇങ്ങനെ ഉടച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നെത്തല നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയും.
പൊടിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വെന്ത് ക്രിസ്പിയായി കിട്ടും. ഇങ്ങനെ പൊടി പോലെ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു പത്തിരിക്കോ ചപ്പാത്തിയോ കറി ഇല്ലാന്നുണ്ടെങ്കിലും ഈ നെത്തലേൻ്റെ ഈ പൊടിയായിട്ടുള്ളത് കഴിക്കും. ഈ തോരൻ പോലെയായി കിട്ടുമ്പോൾ അത് കൂട്ടിയും കഴിക്കാം. ഒരു നേരം കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഒരു ഭാഗം വേവട്ടെ. ഇത് നെത്തലയും വേവട്ടെ, അയിലയും വേവട്ടെ. നമുക്ക് ഇനി തിരിച്ചിടാം. നമ്മൾ കുഞ്ഞയില ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഓക്കെ, നമ്മളെ കുഞ്ഞയിലകള നമ്മൾ തിരിച്ച് അയലക്കുഞ്ഞന്മാരെ നമ്മൾ തിരിച്ചിട്ടു. ഇനി ഈ ഭാഗം ഒന്ന് ഫ്രൈ ആവും. നമ്മൾ നെത്തല തോരൻ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. പക്ഷെ നല്ലോണം അങ്ങനെ മൊഴിഞ്ഞതാവണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. രണ്ട് പാനിലും വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാളെ ഒരു ശ്രദ്ധ വിട്ടുപോലെ തന്നെ കരിഞ്ഞു പോകും. അതായത് നമ്മളതിന് ഫുള്ളായിട്ട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഒരു സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി.
ഓക്കെ. അപ്പം നമ്മുടെ കുഞ്ഞയില നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ലോണം ഫ്രൈ ആയിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഫ്രൈ റെഡിയായി. നമ്മൾ നെത്തൽ മൂപ്പരും ഏകദേശം തോരൻ പോലെയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ആകുമ്പോൾ ഉപ്പേരി പോലെയോ തോരൻ പോലെയൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. നെത്തല അല്ലാതെ നെത്തലേനോട് വലിയൊരു ഇഷ്ടമായിരിക്കും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. ഇങ്ങനെ നെത്തലെങ്ങനെ ചെയ്തായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചെറിയത് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൈ പോലെ ആക്കിയിട്ട് ചേർക്കാം. ഒനിയൻ ചേർക്കാം, ഉള്ളി ചേർക്കാം, നമ്മുടെ സവാള അത് ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ വെറും നെത്തല നമ്മളുടെ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ നെത്തല് റെഡിയായി. അതും നമുക്ക് ഗ്യാസ് ആക്കാം. ഓക്കെ. അപ്പം നെത്തല നമ്മൾ തോരൻ പോലെയാക്കി നെത്തല കഴിവായി നമ്മൾ കുഞ്ഞയിലയായി. ഓക്കെ. അപ്പം ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.